മരാതി സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംഗീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 26 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ വിശ്വമിശുകായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നപ്പോൾ ചോദിച്ചോട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, അവൻ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ യേശു വെള്ളത്തിൽ നിന്ന് കയറി. ഇപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാബല്യത്തിലും ഇറങ്ങി വരുന്നവൻ കണ്ടു. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. മമദീസ വഴി ദൈവപുത്രനെ അനുസരിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാക്കാനുള്ളവരാ ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ശുദ്ധാത്മാവിനെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് എന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകുവിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവരുടെ മാതാപിതാക്കൾ ജ്ഞാനസ്നാന മാതാപിതാക്കളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിവായുടെ സഭ മുഴുവൻ്റെയും തലവനായ മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ തിരുപ്പതിധ്യക്ഷനായ മാർ മാർക്കോസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷിച്ച കർത്താവേ, നിന്റെ കൽപ്പനകൾ നിങ്ങളെ പത്രമാക്കണമേ. ഭൂമി സർക്കാർ സ്ഥാപിക്കുവാൻ സഭ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിൻ്റെ കീഴിൽ ഒരാളുടെ രക്ഷാകത്തിന് വേഗം വിജാതമാകട്ടെ. ഞങ്ങൾ പെരുകം ഇന്ന് വിശുദ്ധ കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മമദീസ വഴിയാണ് ഒരു കുഞ്ഞു തിരുസഭയിൽ അംഗമാവുക. ഈ കുഞ്ഞിന് വേണ്ടി സഭയുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിത്യജീവനുള്ള വിശ്വാസം, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം, തിരുസഭയിലുള്ള വിശ്വാസം, ഇതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം. അതുവഴിയാണ് ഒരു കുഞ്ഞ് മാമോദീസ സഭയിൽ അംഗമാവുക. ഈ വിശ്വാസം ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യവും പിതാവിനുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രവചനം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് പന്തിയോസിന്റെ കാലത്ത് പീഡകൾ എതിർപ്പിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു.
പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ദൈവികവും സാർവത്രികമായ കൃപയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ ഏകമാപദേശായും ശരീരത്തിലേക്കും ദൈവിക ജീവൻ നൽകുന്ന വിശുദ്ധ മാമോദീസായുടെ പരികരണത്തിന് വ്യക്തമായി ധാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുകയും ചെറിയവരും സഹനീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി ജോർദാൻ വെച്ച് യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസാ സ്ത്രീകന്മാരെ നിയോഗിക്കുന്നവർ കർത്താവ് ഈ കുദാസ് യഥാവിധി പരിക്രമം ചെയ്യുവാൻ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവായ ആത്മാവിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേരി വിശുദ്ധ ഇല കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേരി നിയമാനുസാമുക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടച്ചോട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിശ്വാസത്തിൽ അംഗീകരിക്കുന്ന നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹാ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസായിലൂടെ ദൈവമകളായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശിഷ്യൻ എന്ന പോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് നമ്മെ മഹത്വപ്പെടുത്തുവാനും ഇവളെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരുളിയാൽ ദരിദ്രാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ആത്മാവിനാളുടെ നിരക്കണമേ ചെയ്ത് പൂർണ്ണതയിലേക്ക് വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങ് വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളെങ്കിൽ ആശ്രയം വയ്ക്കുവാനും ശക്തിയാകട്ടെ. ലോകത്തെ സാക്ഷിയായി ജീവിച്ച് മരണഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പരിശുദ്ധാത്മാവിനാൽ ഉരുളിയായി വിശ്വാസീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും സന്തമേറുന്ന ദീപമേ. കേഴുവാശവീശുന്ന മോഹനാദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ
ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർബിനിദാസിയെ മുദ്രതയാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി ഇതിനെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. സിഖന്മാരുടെ പിൻഗാമികളുടെയും കൈവിപ്പോയി പരിശുദ്ധാത്മാവിൻ ദാനം എന്ന സന്തോഷിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ഇത് വിധാനം അങ്ങ് ദാസിക്കുന്നത് ഞാൻ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമദീസാന്റെ പുതിയനവും മിശിഹാരുടെ മധ്യ രംഗത്ത് അവകാശം പിതാവായ ദൈവമേ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ദാസിയെ മുദ്രയാക്കണമേ. ആവാ പിതാവിനെ നിങ്ങൾ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന് ആത്മാവിനെ ദാസിക്കുന്നവനെ കൈവപ്പ് ശ്രോഷവേ ദിവ്യാത്മാവിനെ പടയാളിയും പ്രതിജ്ഞയാക്കണമേ. അങ്ങനെ ആത്മാനുബലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയും നന്മയും വിശ്വസയും സൗമ്യതയും ആത്മസംരക്ഷണവും തൊഴിൽ നിറയട്ടെ. അങ്ങനെ നികൃതം നിർമ്മലമായ ജീവൻ നയിക്കുവാൻ ദാസിക്കരയാകും. പരിശുദ്ധാത്മാവിനെ സ്നേഹം ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച മേരി പിതാവിന്റെയും പുത്രന്റെയും വിശ്രാമത്തിൽ പുണ്യയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവം ഈ ദാസി സ്വീകരിച്ചിരുന്ന മലയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപരപൂർണ്ണതയും തുലാരംഭിതവും ദർശനീയ കവിച എല്ലാ ഉപദ്രവങ്ങളും ദാസിയെ സംരക്ഷിക്കട്ടെ. വിശികാലത്തിലുള്ള ജീവിതം മത്സരിപ്പിക്കുവാൻ ഇവൾക്കിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദ അടയാളമായി മേരി പിതാവിന്റെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടും. മാമോദിസ വഴി ദൈവത്തിനോട് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാതെയാകരുത്, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെയാകുന്നു. കർത്താവായ ദൈവമേ, പാപങ്ങളിൽ വിശദീകരിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം ഈ ദാസിയിൽ നിറവേറ്റാൻ നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ മിശിഹായുടെ കുട്ടപ്രകാശി പരിശുദ്ധാവിന്റെ കൃപാവരത്തെ സമ്പന്നമാക്കി അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും മാത്രം അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മറവസ്യപ്പിന്റെയും വിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മർത്തോമാസിലുകളെയും സാക്ഷികളുടെയും സർവീസുകളുടെയും ഞങ്ങളുടെ സഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയായ പരിശുദ്ധമേടെയും പ്രാർത്ഥന ശിവൻ സഹായിക്കുമാറാകട്ടെ. നാമത്തിന്റെ കാരണബോധിയായ പരിശുദ്ധ ജീവിത മാതൃകൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായുടെ മക്കളെ പതിവിലേക്ക് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ ആജീവിക്കാൻ സഹായിക്കട്ടെ. പരിശുദ്ധാനുസരിച്ച് സുവിശേഷ സാക്ഷ്യം വൈദ്യുതി പഠിച്ചാതിരട്ടെ. കണ്ടത്തിലാത്തതും പ്രതിമാസത്തിലായ ആവശ്യമില്ല. ആപത്തുകളിൽ സംഘടനകൾ ആശ്വാസവും പരീക്ഷകളിൽ ബലം നൽകുന്നതിനെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശയകേന്ദ്രവും പ്രകാശവും നാടിന് സമയം മാതൃകയുമായി തിരുവാൻ ദൈവം യോഗ്യയാകട്ടെ. തിരക്കുമ്പോൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തലതൊട്ടപ്പനും തിരുമുട്ടും കൊണ്ടക്കണ്ട കൊണ്ടക്കപ്പ്